ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സൗഭാഗ്യപുരത്ത് അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അച്ചുവേട്ടന് ഇങ്ങനെ പായസപാത്രമായിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. ഒരു വശത്ത് അച്ചുവേട്ടൻ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് തന്നെ ഭവാനിക്ക് ആ ഗുണ്ടയുടെ ഫോൺ വരികയാണ്. അങ്ങനെ ഭവാനി ആ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഭവാനി സിറ്റ് ഔട്ടിലേക്ക് കടന്നു വരുന്ന ആ ഒരു സമയത്താണ് അച്ചുവേട്ടന് ഭവാനി പുറത്തിറങ്ങിയിട്ടുണ്ടാവും. ആ സമയത്ത് അച്ചുവേട്ടന് അതിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അന്നേരം ഭൂമിയാണെങ്കിലോ പുറത്ത് ഇങ്ങനെ അച്ചുവേട്ടൻ ഒരു വശത്ത് നോക്കി നിൽക്കുന്നുണ്ടാവും. അച്ഛൻ എപ്പോഴാണ് വരിക എന്നുള്ള രീതിയിൽ അവളിങ്ങനെ കാത്തു നിൽക്കുകയാണ്. പക്ഷേ അച്ചുവേട്ടൻ കയറിപ്പോയതൊന്നും ഭൂമി കാണുന്നില്ല. അങ്ങനെ അച്ചുവേട്ട അകത്തേക്ക് വരുമ്പോൾ അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ചുവേട്ടനാണെങ്കിൽ ഭൂമിയെ കാണുന്നുമില്ല. ആകെ അമ്പരന്ന് ഇനിയിപ്പോൾ എവിടെ പോയി മോള്, എന്താ ചെയ്യുക, ഇത് ആരെടുത്ത് കൊടുക്കും എന്നുള്ള രീതിയിൽ ഒരു അമ്പരപ്പോട് കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അഞ്ജനയാണെങ്കിലോ ആ സമയത്ത് അജയുമായിട്ട് സെൽഫിയൊക്കെ എടുത്ത് നിൽക്കുകയാണ്. അജയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും അഞ്ജനയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിരിയൊക്കെ അഭിനയിച്ച് അജയ് കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അച്ചുവേട്ടൻ ഹാളിൽ വന്നിട്ട് ഇങ്ങനെ ഭൂമിയെ തിരയുന്നതൊക്കെ മുത്തശ്ശി കാണുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, ആരാണ്, എന്താ, ആരെ അന്വേഷിച്ച് വന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ ഭൂമിയുടെ അച്ഛനാണ്, ഈ പായസപാത്രം തരാൻ വേണ്ടിയിട്ട് വന്നതാണ്, പക്ഷേ ഭൂമിയെ കാണുന്നില്ല. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാവാണ്. എന്നിട്ട് മുത്തശ്ശി അവിടെ നിന്ന് എണീറ്റ് അച്യുതൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, അയ്യോ ഭൂമിയുടെ അച്ഛനായിരുന്നോ, വന്നാട്ടെ. അപ്പോൾ അച്ചേട്ടൻ പറയും, അതെ മോള് പായസപാത്രം എടുക്കാൻ മറന്നു, എനിക്കാണെങ്കിൽ ഞാൻ ഇത് വഴിയൊക്കെ ആദ്യമായിട്ടാണ്, അതാ കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ മുത്തശ്ശി പറയും, അതൊന്നും സാരമില്ല, ദേ ശോഭേ ഈ പായസം കൊണ്ടുപോയി അകത്ത് വെക്ക്. അങ്ങനെ അവർ പായസം അകത്ത് കൊണ്ടുവയ്ക്കുക. അങ്ങനെ അച്ചേട്ടൻ ഭൂമിയെ ഇങ്ങനെ അന്വേഷിക്കുന്നത് കാണുമ്പോൾ മുത്തശ്ശി ചോദിക്കും, എന്താ, അല്ല മോളെ ഇവിടെ ഒന്നും കണ്ടില്ല. അത് നല്ല കഥയായി. ഇത്ര നേരം മോള് അച്ഛനെ കണ്ടില്ല എന്നും പറഞ്ഞ് ഇവിടെ കറങ്ങി നടക്കുകയായിരുന്നു. ഇപ്പം ദാ അച്ഛൻ മോളെ കണ്ടില്ല എന്ന് പറഞ്ഞ് കറങ്ങി നടക്കുന്നു. രണ്ടാൾക്കും വലിയ ഇഷ്ടമാണ് അല്ലേ, പരസ്പരം കാണാതിരിക്കാൻ കഴിയില്ലല്ലേ. അപ്പോൾ അച്ചേട്ടൻ പറയും, ആ അതെ എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയും, ഭൂമി നല്ല മോളാ, അവൾക്ക് സംസാരത്തിലുള്ള സ്നേഹം, വിനയം, അച്ചടക്കം എല്ലാം അവൾക്കുണ്ട്. അച്യുതൻ എന്നും ഈ മോളെക്കുറിച്ച് അഭിമാനിക്കാം. ഞങ്ങളെ ഭൂമിയെ ഈ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് കാണുന്നത്. സന്തോഷം, ഞാനിനി മോളെ ഒന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും, ദേ ഇപ്പം ഇങ്ങ് എത്തും, എന്തായാലും രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പോകാവൂ. ശരി മേഡം എന്ന് പറയാണ്. അങ്ങനെ അച്ചേട്ടൻ അവിടെ മാറി നിൽക്കുന്നുണ്ടായിരിക്കും. ആ സമയത്ത് ഭവാനി ഫോൺ ചെയ്തിട്ട് കിട്ടാതാവുമ്പോൾ ഹാളിലേക്ക് കടന്നു വരും. അപ്പോഴാണ് അച്ചേട്ടന് ഭവാനിയെ കാണുന്നത്. ഭവാനിയെ കണ്ടതും അച്ചേട്ടന് ആകെ ഒന്ന് പരിഭ്രമിക്കുകയാണ്. അങ്ങനെ മെല്ലെ തന്ത്രപൂർവ്വം അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പതുക്കെ ഇങ്ങനെ സിറ്റ് ഔട്ടിലേക്ക് വന്ന് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി ഒറ്റ ഓട്ടം ഓടുകയാണ്. ആ സമയത്ത് അച്ചേട്ടൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്, അന്ന് ഭവാനി ആ ഗുണ്ടയെ പരിചയപ്പെട്ടതും ഭവാനി ആ ഗുണ്ടയുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നതൊക്കെ. എന്നിട്ട് അച്ചേട്ടൻ ചിന്തിക്കും, ഭവാനി മേഡം ഈ വീട്ടിലുള്ളതായിരുന്നോ, അപ്പോൾ ഭൂമി ഈ വീട്ടിലത്തെ കുട്ടിയായിരിക്കുമല്ലോ, അങ്ങനെയാണെങ്കിൽ ഭൂമി ആരാണെന്ന് അറിഞ്ഞാൽ ഭൂമി അവരെന്തായാലും. അങ്ങനെയൊക്കെ ചിന്തിച്ച് അച്ചേട്ടൻ ഇങ്ങനെ മുറ്റത്തേക്ക് നടന്നു വരുന്ന സീനാണ് കാണുന്നത്. ആ സമയത്ത് ഭൂമി അച്ചേട്ടനെ അന്വേഷിച്ച് ഹാളിലേക്ക് വരുന്നുണ്ടായിരിക്കും. ഭൂമി അച്ചേട്ടനെ ഇങ്ങനെ തിരയുമ്പോൾ മുത്തശ്ശി ചോദിക്കും, എന്താ മോളെ, അല്ല അച്ഛനെ ഇതുവരെ കണ്ടില്ല. അത് നല്ല കഥയായി. അച്ഛൻ ഇതാ ഇപ്പോൾ ഇവിടെ വന്നു, പായസമൊക്കെ തന്നു, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഭൂമി ചോദിക്കും, എന്നിട്ട് ഞാൻ കണ്ടില്ല. ആ അച്ഛൻ അവിടെ ബാത്റൂമിൽ എവിടെയെങ്കിലും കാണും, ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞതാ. അന്നേരം ഭൂമി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഈശ്വര ഇനി അച്ഛന് എന്തെങ്കിലും വയ്യായി വന്നോ, ഞാൻ എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് അച്ഛനെ അന്വേഷിച്ച് റൂമിലൊക്കെ ഒന്ന് പോയി നോക്കുകയാണ്. അങ്ങനെ ബാത്റൂമിൽ നോക്കുമ്പം അവിടെയൊന്നും കാണൂല. ആ സമയത്തായിരിക്കും ഭൂമിയുടെ ആ സത്യദാസിൻ്റെ റൂം ഇങ്ങനെ തുറന്ന് കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ ഭൂമി അവിടെ ഒരു കുട്ടിയുടെ, ഭൂമിയുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ കാണും. അങ്ങനെ ഭൂമി ഭയങ്കര കൗതുകത്തോടു കൂടി ആ റൂമിലേക്ക് കടന്നു വരികയാണ്. ആ സമയത്ത് ഭൂമിയുടെ കുട്ടിക്കാലത്ത് ഒരുപാട് ഫോട്ടോസ് കണ്ടിരിക്കും. ഭൂമിയുടെ ഫോട്ടോ മാത്രമല്ല ഭൂമിയുടെ അമ്മയുടെ ഫോട്ടോ ഉണ്ടായിരിക്കും. എന്നാൽ ഭൂമിക്കാണെങ്കിലോ ഇത് തൻ്റെ കുട്ടിക്കാലാണെന്നൊന്നും അറിയാതെ ഭൂമി ഇങ്ങനെ പറയും, ഓ ഈ മോൾ എന്ത് ക്യൂട്ടാ, അമ്മയും നല്ല സുന്ദരിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തായിരിക്കും
സത്യദാസ് അവിടേക്ക് കയറി വരിക. അപ്പോൾ ചോദിക്കും മോളേന്ന് വിളിക്കുമ്പോൾ ഭൂമി പെട്ടെന്നൊന്ന് ഞെട്ടുകയാണ്. അപ്പോൾ ഭൂമി പറയും, സോറി സർ, ഞാൻ അച്ഛനെ അന്വേഷിച്ചിറങ്ങിയതായിരുന്നു. അപ്പോൾ ഈ റൂം തുറന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ ഇവിടേക്ക് കയറിയതാണ്. അതിനെന്തിനാ മോള് സോറിയൊക്കെ പറയുന്നത്? മോള് മകളായിട്ട് കാണാൻ എൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ. അപ്പോൾ മോൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് കയറി വരാം, അതിന് സോറിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഭൂമി ചോദിക്കും, ഈ മോള് ആരാണ് സർ? അത് എൻ്റെ മോളാണ്, എൻ്റെ മോളും അവളുടെ അമ്മയും ആണ്. എന്നിട്ട് അവർ വരുമോ ഇന്നത്തെ പൂജയ്ക്ക്? എനിക്കും അറിയില്ല മോളെ. അതെന്താ? അവരെ ഞാൻ കണ്ടിട്ട് 10-22 വർഷമായി. അവരെനിക്ക് നഷ്ടപ്പെട്ടിട്ട് 22 വർഷങ്ങൾക്ക് മുൻപ് അവരെ കാണാതായതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോൾ ഭൂമിക്കും വിഷമാവും. എന്നിട്ട് ഭൂമി പറയും, അവരെന്തായാലും വരും സർ. ഇത്രയും നല്ലൊരു അച്ഛനെ ഒഴിവാക്കിയിട്ട് ആ മോൾക്ക് വരാതിരിക്കാൻ കഴിയില്ല. എന്തായാലും സാറുടെ ഭാര്യയും മോള് തിരിച്ചു വരും, അത് ഉറപ്പാണ് എന്ന് പറയും. എന്നിട്ട് ഭൂമി ചോദിക്കും, സർ ആ മോളുടെ പേരെന്താ? അഭിരാമി. അത് കേൾക്കുമ്പോൾ ഭൂമിക്ക് സന്തോഷം. എന്നിട്ട് ഭൂമി പറയും, അഭിരാമി നല്ല പേര്, ഞാൻ എന്തായാലും അച്ഛനെ ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അച്ചേട്ടൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഗേറ്റിൻ്റെ അടുത്ത് എത്തുന്ന സമയത്തായിരിക്കും ആ ഗുണ്ടയുടെ ജീപ്പ് കയറി വരുന്നത് കാണുന്നത്. അങ്ങനെ അച്ചേട്ടൻ നേരെ അവിടെ മറിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അയാൾ മുറ്റത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഭവാനിയും അവിടേക്ക് കടന്നു വരുന്നുണ്ടാവും. അങ്ങനെ ഭവാനി വരുന്നത് അച്ചേട്ടൻ കാണുന്നുണ്ട്. ആ സമയത്ത് അച്ചേട്ടൻ മുറ്റത്ത് ഒരു പമ്പ് ഹൗസ് പോലെയുള്ള ചെറിയൊരു റൂമുണ്ട് ആ ഗേറ്റിനോട് ചാരിയിട്ട്. അവിടേക്ക് ആ റൂമിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അവിടെ കയറി നിൽക്കുകയാണ് ഭവാനിയെ കാണാതെ. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അച്ചേട്ടൻ കേൾക്കുകയാണ്. അപ്പം ഭവാനി അയാളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അവരെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? കിട്ടി മാഡം. ആ അച്യുതൻ എന്ന് പറയുന്ന ആൾ ഇവിടെ തന്നെയാണ് താമസം. അയാൾ 2-3 വർഷമായിട്ട് ഇവിടെ താമസിച്ച് വരികയാണെന്നാണ് അറിഞ്ഞത്. അയാൾക്ക് ഒരു ഭാര്യയും മകളും ഉണ്ട്. അത് കേൾക്കുമ്പോൾ ഭവാനി പെട്ടെന്ന്, മകളോ? അപ്പോൾ മകൾക്ക് എത്ര പ്രായം വരും? അതിൽ അയാൾ പറയും, അതൊന്നും ഞാൻ അന്വേഷിച്ചില്ല, അതൊന്നും എനിക്കറിയില്ല. എങ്കിൽ അന്വേഷിക്കണം, അത് അയാളുടെ സ്വന്തം മകൾ തന്നെയാണോ? ആ മകൾക്ക് എത്ര പ്രായം വരും എന്നൊക്കെ താൻ അന്വേഷിക്കണം. ഇനി അയാളുടെ മകളല്ലെങ്കിൽ 2 പേരെയും അങ്ങ് കൊന്നു കളയണം. അയാൾ എന്നെ ചതിച്ച ആളാണ് എന്നൊക്കെ പറയാം. ഇതൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് അച്ചേട്ടൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് അവിടെ മുറ്റത്തുള്ള ഒരു കോണി തടഞ്ഞ് അച്ചേട്ടൻ വീഴാൻ പോവുകയാണ്. അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് ഇവർ, അയ്യോ അവിടെ ആരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും കേട്ടോ എന്ന് ആകെ ഒന്ന് അമ്പരന്നിട്ട് പെട്ടെന്ന് അവർ തിരിഞ്ഞ് അവിടെ അന്വേഷിക്കാൻ വരികയാണ്. അതിൽ വീണ്ടും അച്ചേട്ടൻ ആ പമ്പ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറി നിൽക്കും. ഇവരാണെങ്കിൽ അത് തുറന്ന് നോക്കുന്ന സമയത്ത് അച്ചേട്ടനെ കാണില്ല. അച്ചേട്ടൻ അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ അയാൾ പറയും, അത് മാഡത്തിന് തോന്നിയതായിരിക്കും, ഇവിടെ ഒന്നും ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവും. ആ സമയത്ത് അച്ചേട്ടന് വേഗം ഇപ്പുറത്ത് കൂടെ ഓടി രക്ഷപ്പെടാൻ നോക്കുക. ഭൂമിയാണെങ്കിലും ആ സമയത്ത് അച്ചേട്ടനെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അവൾ മുറ്റത്തൊക്കെ നോക്കുകയാണ്, ഈ അച്ഛനത് എവിടെ പോയി എന്നുള്ള രീതിയിൽ. ഇനി അച്ചേട്ടനെ ആ ഭൂമി അവിടെ നിന്ന് കണ്ടുമുട്ടുമോ എന്നറിയില്ല. എന്തായാലും ഭൂമി അന്വേഷിച്ച് നോക്കി നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.